ഞാൻ ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞപ്പോ ഈ ഒരു കാഴ്ച കണ്ട മണ്ണ് ചെതൽപ്പുറ്റ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഇതൊന്നും അല്ല, ഇത് 828 തിരികളാണ് കത്തിക്കുന്നത്. ഇന്ന് അന്തോണീസ് പുണ്യാളന്റെ ജന്മദിനത്തിന്റെ ആ ഒരു എന്താ പറയാ വയസ്സ്. അപ്പൊ ആ 828 തിരി. നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തൃശ്ശൂർ ലത്തീംപള്ളിയിലാണ് കേട്ടോ. വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ 828ാമത് ജന്മദിന ചാരിറ്റി ദിനത്തിൽ 828 കിലോ ഭാരമുള്ള കേക്കിന്റെ കട്ടിങ്ങും അതോടൊപ്പം തന്നെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ബാക്കിയൊക്കെ കാഴ്ചയിൽ ഈ ഒരു കാഴ്ച കാണാൻ ഒരുപാട് വിശ്വാസികളാണ് പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കൂടിയിട്ടുള്ളത് അല്ലേ. എന്തായാലും ഇത് നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയാണ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ഒരുപാട് ആളുകൾ ഇതാ കേക്ക് കാഴ്ച കണ്ടിതാ അതിലെ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതാ നമ്മളിങ്ങനെ തിക്കും തിരക്കിലൂടെയാണ് ആ ഒരു കാഴ്ച കാണാനായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. 101 അടി നീട്ടവും 868 കിലോ ഭാരമുള്ള കേക്ക് കാണാനാണ് നമ്മളിങ്ങനെ പോണത്. ആളുകളുടെ തിരക്ക് കാരണം നമുക്ക് കാണാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. അതെ, ഇവിടെ കാർപ്പറ്റ് ഉണ്ട്, ആളുകൾ നല്ല തിരക്കാണ്, നിരവധി ആളുകളാണ് ഇതേ ക്യാമറയൊക്കെ കൊണ്ട് ഈ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇതാ അവിടെ ഈ ഒരു ഭാഗത്താണ് കേക്ക് മുറിക്കുന്നത്. 8 മണിക്കാണ് കേക്ക് മുറിക്കുന്നത് പറഞ്ഞത്. ഹാപ്പി ബർത്ത്ഡേ സെന്റ് ആന്റണീസിനോട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ട് ഇതേ ആളുകൾ ഇവരെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതാ അവിടെ അന്തോണീസ് പുണ്യാളന്റെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊന്തയുണ്ട്, കൊന്തയ്ക്ക് ശേഷം ഇതാ അവിടെ നിന്ന് വീണ്ടും അന്തോണീസ് പുണ്യാളന്റെ ഫോട്ടോ. അവിടെ നിന്ന് ഇതാ ഫ്രണ്ടില് ബൈബിൾ ഉണ്ട്, വീണ്ടും അന്തോണീസ് പുണ്യാളന്റെ ഫോട്ടോ ഇതാ വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പച്ചക്കറിയിൽ തണ്ണിമത്തലിലൊക്കെ യേശു ക്രിസ്തുവിനെയും അതേപോലെ തന്നെ മറിയത്തിനെയും ഒക്കെ വരച്ചു വെച്ചിട്ടുള്ള ഒരു കഴിവ് പറയാതെ പറ്റില്ല. നിരവധി ആളുകൾ ഇതാ കണ്ട മനസ്സിന് എന്താ പറയുക കുളിർമ തരുന്നത്. അതേപോലെ തന്നെ ഓണപ്പൂക്കള്, ഓണത്തിന് മുമ്പ് തന്നെ ഓണപ്പൂക്കളും ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. വീണ്ടും ഇതാ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നിരവധി എന്താ പറയുക ചെറിയ ചെറിയ വീടുകൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. തിരക്ക് കാരണം എന്താ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റണില്ല. ഒരു കാര്യം ചെയ്തില്ലേ, വന്ന് ഈ ക്യാമറ അതിലെ കൊണ്ടുപോക്കോ. ഇതാ വീണ്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതേ ആഗസ്റ്റ് 15, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആഗസ്റ്റ് 15 മനോഹരമായിട്ടുള്ള ഒരു കൊടിയാണ് അവർ ഇതേ കേക്കിൽ നിർമ്മിച്ചിട്ടുള്ളത്. വീണ്ടും അവിടെ നിന്ന് വന്നത് തണ്ണിമത്തങ്ങയിൽ ഇതാ വീണ്ടും ചിത്രങ്ങൾ കാണാം. തൃശ്ശൂർ പൂരവും അതേപോലെ തന്നെ ആനയും മേളവും വാദ്യവും അടക്കണിയിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ച വീണ്ടും അവിടെ വന്നിട്ടുണ്ട്. കേക്ക് വീണ്ടും പായസത്തൊട്ടി അതേപോലെ തന്നെ കണ്ട ലത്തീംപള്ളി അങ്ങനെ തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മരങ്ങൾ പോലും കേക്കിലാണ്, അതെല്ലാവരും കഴിക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് വന്ന വെജിറ്റബിൾ കൊണ്ട് മനോഹരമായിട്ടുള്ളൊരു മയിലിനെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് പള്ളിയിലുള്ള കൈകാരന്മാരും ആളുകളൊക്കെ വളരെ കൃത്യതയോടുകൂടി ഇവർ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു കപ്പൽ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വന്ന ഇതിൻ്റെ അവസാനത്തിൽ ഒരു എന്താ പറയുക വളരെ മനോഹരമായ രീതിയിൽ ആ ഒരു കാഴ്ച നമുക്ക് കാണാം. ഞാൻ ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഒരു കാഴ്ച കണ്ട മണ്ണ് ചെതൽപ്പുറ്റ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഇതൊന്നും അല്ല, ഇതൊക്കെ കേക്കാണ്, ഇതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാവുന്ന രീതിയിലാണ്. ഞാനിവിടുത്തെ ക്വസ്റ്റ്യനാണ്. വിശുദ്ധ അന്തോണീസിന്റെ 828ാം ജന്മദിനമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അന്നേ ദിനം ഇന്ന് 828 കിലോ ഭാരവും അല്ലെങ്കിൽ 101 അടി നീളവുമുള്ള വലിയൊരു അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ അന്തോണീസിന്റെ പല അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കേക്കാണ് ഇവിടെ. ചടങ്ങ് കൂടി, അതായത് നിരവധി പേരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി പൈസ കൊടുക്കുന്ന ഒരു ചടങ്ങ് നടത്തുന്നത്. അതെങ്ങനെയാണ് ഇത്? ഈ പ്രത്യേകമായിട്ട് ഈ വർഷം ഇത് വിശുദ്ധ അന്തോണീസിന്റെ ഒരു തിരുനാള് ഒരു ചാരിറ്റി തിരുനാളായിട്ടാണ്. ഏകദേശം 10 ലക്ഷം രൂപയോളം 3 ഹോസ്പിറ്റലുകൾക്ക്, പ്രശസ്തമായ ഹോസ്പിറ്റലുകൾക്ക് കൊടുത്തു. അത് രാവിലെ 10:30 ദിവ്യബലിക്ക് അത് കൈമാറി ഓൾറെഡി. അതുപോലെ തന്നെ 2 കുടുംബങ്ങൾക്ക് സഹായമായിട്ട് ധനം നൽകി. 828 തിരികളാണ് കത്തിക്കുന്നത്. ഇന്ന് അന്തോണീസ് പുണ്യാളന്റെ ജന്മദിനത്തിന്റെ ആ ഒരു എന്താ പറയാ വയസ്സ്. അപ്പൊ ആ 828 തിരി അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനുശേഷം ഈ നൊവേന കഴിഞ്ഞത് നമ്മളെല്ലാരും കൂടി ചേർന്ന് അത് മുറിക്കുകയാണ്. അത് മുറിക്കുന്നത് നമ്മുടെ സുൽത്താൻ രൂപത മെത്രാൻ, നമ്മുടെ അമ്പിസ്വാമി പീറ്റർ പിതാവും പുതിയതായിട്ട് കോട്ടപ്പുറം രൂപതയിൽ ചാർജ് എടുത്ത അലക്സ് വടക്കുംതല പിതാവും കൂടി ചേർന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇടവജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ്. 828 കിലോഗ്രാമുള്ള ഒരു കേക്കാണ് മുറിക്കുന്നത്. 101 അടി നീളം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കേക്ക് കാണുന്നത്.
അപ്പൊ ഇത് നമ്മൾ എത്ര നേരം ആകാംക്ഷയോട് കാത്തിരുന്ന ആ കേക്ക് മുറിക്കുന്ന ചടങ്ങ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ പിതാവ് കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ മധുരം കൊടുത്തു. അപ്പൊ നമ്മൾ ഇത്ര നേരം ആകാംക്ഷയോട് കാത്തിരുന്ന ആ കേക്ക് മുറിക്കുന്ന ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞ് ഇനി ഇതിന് ശേഷം എന്താ ഉണ്ടാവുക? ഇനി ഇതിന് ശേഷം ഈ നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ 828 കിലോഗ്രാം കേക്ക് പീസായി മുറിച്ച് അവർക്കിപ്പോൾ കൊടുക്കുന്നതാണ്. അതാണ് ഈ ചടങ്ങ്. അപ്പൊ എന്തായാലും ഒരുപാട് നേരത്തെ ആളുകൾ എന്താ പറയാ, ഒരുപാട് ആളുകളുടെ പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ടീച്ചർമാരൊക്കെ കാറ്റീസം ടീച്ചർമാരാണ് അല്ലേ? അതെ. അതേപോലെ തന്നെ അപ്പുറത്തുള്ളത് PT അംഗങ്ങളാണ്. പിന്നെ കേന്ദ്ര പാരിഷ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഓക്കെ, ഇതെന്തായാലും ഡ്രീം പെറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഇവന്റ്സ് ഒരുക്കിയിട്ടുള്ളത്. അതിലുപരി ഓറഞ്ച് എന്താ അങ്കമാലിയിലെ ഓറഞ്ച് ബേക്കേഴ്സ് ആണ് 5 ദിവസമായിട്ട് അവരുടെ 25ഓളം വരുന്ന പാചക വിദഗ്ധന്മാരാണ് ഈ മനോഹരമായ കേക്ക് ഉണ്ടാക്കിയത്. ഇതിന്റെ ഇവന്റ്സ് ചെയ്തിരിക്കുന്നത് ഡ്രീം പെറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. 25ഓളം ആളുകൾ അല്ലെ ദിവസങ്ങളായിട്ട് ഇതിന്റെ പുറകിലുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ്, വാനില ഇതൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ വിശ്വാസികള് ഇത്ര നേരം അവിടെ പുറത്ത് നിൽക്കുകയാണ്. അവരൊക്കെ അകത്ത് കടന്ന് ഇതിന്റെ രുചിയും ഇതിന്റെ ഭംഗിയും ആസ്വദിച്ച് ഇവിടുന്ന് കടന്നു പോകുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.